ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയുടെ പേര് മിയ കുൽപ്പ അഥവാ മൈ ഫോൾട്ട് എന്നാണ്. 2017 പുറത്തിറങ്ങിയ ഒരു പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ഈ അടുത്തിടെ പുറത്തിറങ്ങിയ സ്പാനിഷ് മൂവിയാണ് മിയ കുൽപ്പ അഥവാ മൈ ഫോൾട്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് 17 വയസ്സുള്ള പെൺകുട്ടി നോവയാണ്. അവൾ അവളുടെ അമ്മ റാഫേലയുടെ പുതിയ ഹസ്ബൻഡായ വില്യംസിന്റെ വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടിയിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുകയാണ്. അവൾക്ക് തൻ്റെ ഈ വീട് വിട്ടിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ആ ടൈമിൽ അവളുടെ റൂമിൻ്റെ ഒരു വശത്തായിട്ട് അവളുടെ അച്ഛനും അവൾ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവരൊരു കാർ റേസിംഗ് മത്സരത്തിൽ വിജയിച്ചിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒട്ടും താല്പര്യമില്ലാതെ നോവ അവളുടെ അമ്മയുടെ കൂടെ അവളുടെ പുതിയ സ്റ്റെപ്പ് ഫാദറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം റാഫേല തൻ്റെ മകളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം തൻ്റെ പുതിയ ഹസ്ബൻഡായ വില്യംസിന് ഓൾറെഡി ഒരു മകനുണ്ട്. അവൻ്റെ പേര് നിക്ക് എന്നാണ്. മാത്രമല്ല, അവൻ നിന്റെ സ്റ്റെപ്പ് ബ്രദർ ആയിരിക്കും ഇനി മുതലെന്നും, അതുകൊണ്ട് തന്നെ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന്. എന്നാൽ അമ്മയുടെ ഈ തീരുമാനം കാരണം അവൾക്ക് തൻ്റെ ബോയ് ഫ്രണ്ട് ഡാനിനെയും തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് ഈ നാട്ടിലേക്ക് വന്ന് താമസിക്കേണ്ടി വരുന്നത് ആലോചിച്ചിട്ട് വിഷമമുണ്ടായിരുന്നു. ഇതെല്ലാം ആലോചിച്ചിട്ട് അവൾക്ക് ആകെ ദേഷ്യം വരുന്ന കാരണം അവൾ തൻ്റെ അമ്മയായിട്ട് ഓരോ കാര്യങ്ങൾ വഴക്കുണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം അവർ വില്യംസിന്റെ വീട്ടിലെത്തുന്നു. വീടിന്റെ ഗേറ്റിലേക്ക് വണ്ടി കിടക്കുമ്പോഴാണ് നോവൽ ശ്രദ്ധിക്കുന്നത്. കാരണം അതിഗംഭീരമായ ഒരു ആഡംബര വീടായിരുന്നു അത്. തൻ്റെ പുതിയ സ്റ്റെപ്പ് ഫാദർ നല്ല കാശുകാരനാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അവളെ സംബന്ധിച്ച് പണത്തിലൊന്നും അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അവൾക്ക് തൻ്റെ പഴയ വീടും തൻ്റെ ചെറിയ മുറിയുമായിരുന്നു ഇഷ്ടം. എന്നാലും തൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നോവ എല്ലാത്തിനും കൂടെ നിന്നു. അവളാണെങ്കിൽ ലഗേജൊക്കെ പുറത്തേക്ക് എടുക്കാൻ നേരത്ത് അവിടുത്തെ സെർവൻസ് വന്ന് അതൊക്കെ എടുക്കുന്ന കണ്ടിട്ട് അവളെ ഞാൻ എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ നിർബന്ധിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ പെട്ടിയൊക്കെ വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. വീടിനുള്ളിലേക്ക് കടന്ന് അവൾ ശരിക്കും അമ്പരുന്നു. വില കൂടിയ ഒരുപാട് വസ്തുക്കൾ അവൾ ആ വീടിനുള്ളിൽ കണ്ടു. ആ വീടിനുള്ളിൽ ഒരു വലിയ സ്വിമ്മിംഗ് പൂള് വരെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുവന്ന നോവയെ റാഫേല അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇനി മുതൽ ഇതാണ് നിന്റെ റൂമെന്ന് അവളോട് പറയുന്നു. കടലിന്റെ സൈഡിലേക്ക് ഓപ്പൺ ബാൽക്കണി ഉള്ള ഒരു അതിഗംഭീരമായ മുറിയായിരുന്നു നോവയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കി വെച്ചിരുന്നത്. ആ റൂം കണ്ടിട്ട് നോവയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല, അവൾക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിസൈനർ വസ്ത്രങ്ങളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് റാഫേൽ അവളോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിന്റെ സ്റ്റെപ്പ് ബ്രദർ ഇവിടെയുണ്ട്, അവനുമായിട്ട് നല്ല രീതിയിൽ പെരുമാറണമെന്ന്. അങ്ങനെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി പുറത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്ന നോവ തൊട്ടപ്പുറത്തെ ബാൽക്കണിയിൽ തന്റെ സ്റ്റെപ്പ് ബ്രദറിനെ കാണുന്നുണ്ട്. അവൻ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതാണ് അവൾ കാണുന്നത്. എന്നാൽ അവന്റെ മുഖം ക്ലിയർ ആയിട്ട് അവൾ കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നോവയ്ക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കോൾ വരുന്നുണ്ട്. അവൾ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിൽക്കാൻ തനിക്കൊട്ടും താല്പര്യമില്ലാന്നും ഇത് ഭയങ്കര സമ്പന്നമായ കുടുംബമാണെന്നും അവരുടെ രീതികളെല്ലാം അതുപോലത്തെയാണെന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് താഴെ വന്നിട്ട് ഫ്രിഡ്ജ് തുറക്കുകയാണ്. ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ അവൾ ഇഷ്ടപ്പെട്ട സാൻഡ്വിച്ച് അത് ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അത് അടയ്ക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു പയ്യൻ നിൽക്കുന്ന കാണുന്നു. അവൾ പെട്ടെന്ന് പേടിച്ച് ഫോൺ താഴെ ഇടുന്നു. പെട്ടെന്ന് അവൾ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ പുതിയ വൈഫിൻ്റെ മകളാണ് നീ എന്ന് എനിക്ക് മനസ്സിലായി എന്ന്. അപ്പോഴാണ് നോവയ്ക്ക് മനസ്സിലാവുന്നത് അത് തൻ്റെ സ്റ്റെപ്പ് ഫാദറിൻ്റെ മകനാണ്, തൻ്റെ സ്റ്റെപ്പ് ബ്രദർ നിക്കാണ്. അവനെ വലിയ മൈൻഡ് ചെയ്യാതെ അവൾ തിരിച്ച് തൻ്റെ ഫോൺ എടുക്കാൻ കുനിഞ്ഞപ്പോൾ അവിടെ ഒരു നായ നിൽപ്പുണ്ടായിരുന്നു. അത് നിക്കിന്റെ പെഡോഗായ തോറായിരുന്നു. അതിനെ കണ്ടിട്ട് പേടിച്ച് നോവ നിക്കിന്റെ ബാക്കിൽ ഒളിക്കുന്നുണ്ട്. ഈ നായയോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ നായെ തല്ലും, അല്ലെങ്കിൽ നിന്നെ തല്ലുമെന്ന് നോവ നിക്കിനോട് പറയുന്നുണ്ട്. എന്നെ തല്ലിയ തോറ് നിന്നെ ആക്രമിക്കുമെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. അത്രയും അടുത്ത് നിൽക്കുമ്പോൾ നോവയ്ക്ക് നിക്കിനോട് എന്തോ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. അതേസമയം തന്റെ പുതിയ സ്റ്റെപ്പ് സിസ്റ്റർ കൊള്ളാമെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. ഞാൻ നിന്റെ സിസ്റ്റർ ഒന്നുമല്ല എന്ന് നോവയും തിരിച്ച് അവനോട് പറയുന്നുണ്ട്. അതേസമയം വില്യംസ് റാഫേൽ അവിടേക്ക് വരികയും നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത് നന്നായെന്ന് അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, വൈകിട്ട് ഒരു പാർട്ടി ഉണ്ടെന്നും അതിന് വേണ്ടിയിട്ട് റെഡിയാകാൻ വേണ്ടിയിട്ട് അവരോട് രണ്ടുപേരോടുമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ റൂമിൽ ചെന്ന നോവയ്ക്ക് എന്തോ ഒരു ഫീലിങ്സ് നിക്കിനോട് തോന്നുന്നുണ്ട്. അതേസമയം വൈകിട്ടത്തെ പാർട്ടിക്ക് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും. നോവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ. എന്നാൽ നോവയായിട്ട് വരുന്നതുമില്ല. അവർ നോക്കി നിൽക്കുമ്പോൾ നോവ വരുന്നതാകട്ടെ അവളുടെ സാധാ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ്. അവർ കൊടുത്ത ഡിസൈനർ വസ്ത്രങ്ങളൊന്നും തന്നെ നോവ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വില്യം അവളെയും കൂട്ടിയിട്ട് വണ്ടിയിലേക്ക് കയറും. വില്യംസിനും റാഫേലിക്കും ഒപ്പം നോവ ഒരു കാറിലും നിക്ക് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു കാറിലുമാണ് പോയിക്കൊണ്ടിരുന്നത്. അതേസമയം നോവ തന്റെ ഫോൺ എടുത്തിട്ട് തന്റെ ബോയ് ഫ്രണ്ട് ഡാനിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവനെ വിട്ടിട്ടാണ് അവൾ ഇവിടേക്ക് വന്നത്. അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും അവൾ പറയുന്നുണ്ടായിരുന്നു. അവന്റെ ഫോട്ടോയും നോക്കി അവൾ ഇരിക്കുകയായിരുന്നു. അതേ സമയത്താണ് നിക്ക് അവരെ ഓവർടേക്ക് ചെയ്ത് മറ്റൊരു കാറിൽ പോകുന്നത്. അവളാകട്ടെ അവനെ നോക്കുമ്പോൾ അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പോയി ഇരിക്കുമ്പോഴാകട്ടെ എല്ലാ കാര്യത്തിലും നോവയും നിക്കും തമ്മിൽ ആർഗ്യുമെന്റ്സ് ആയിരുന്നു. അങ്ങനെ തൊട്ടാനും പിടിച്ചാനും ഒക്കെ ഇവർ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വില്യമും റാഫേലും അവരെ ഉപദേശിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ല എന്നും നിങ്ങൾ സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററുമാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി എന്തായാലും നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഈ വീട്ടിൽ ജീവിക്കാനുള്ളത്, അതുകൊണ്ട് അതെല്ലാം അംഗീകരിച്ച് വേണം ജീവിക്കാനെന്ന് അവരോട് പറയുന്നുണ്ട്. അവരതെല്ലാം വലിയ കാര്യത്തിൽ തലയാട്ടി കേൾക്കുന്നുണ്ട് എന്നല്ലാതെ അതിലൊന്നും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അതേസമയം നിക്ക് ആകട്ടെ തന്റെ ഫ്രണ്ടിന്റെ ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിലനിൽക്കുന്നു. അതേസമയം നോവയും പറയുന്നുണ്ട് താൻ വീട്ടിലേക്ക് പോവാണെന്ന്. അങ്ങനെയാണെങ്കിൽ നോവയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വില്യംസ് അവനോട് പറയുന്നുണ്ട്. അങ്ങനെ നോവയും നിക്കും കൂടെ കാറിൽ പോവുകയായിരുന്നു. അങ്ങനെ കാറിൽ വെച്ച് ഇവർ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അടിയിലായിരുന്നു അവസാനിക്കുന്നത്. അവസാനം നോവ അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ നിനക്ക് മാനേഴ്സ് ഒന്നും പഠിപ്പിച്ച് തന്നിട്ടില്ലേ എന്ന്. ഇത് കേട്ടതും ദേഷ്യം വന്ന നിക്ക് അവളോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ തന്നെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അവൻ തമാശ പറഞ്ഞതാണെന്ന് വിചാരിച്ചിരുന്ന നോവയ്ക്ക് തെറ്റി. അവൻ സീരിയസ് ആയിരുന്നു. അവളെ പിടിച്ച് പുറത്താക്കിയ ശേഷം ഡോർ അടച്ച് അവൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോയി. അതേസമയം റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു നോവ. എങ്ങോട്ട് പോകണമെന്നും അറിയാൻ പാടില്ല, വീടിന്റെ അഡ്രസ്സ് പോലും അറിയാൻ പാടില്ല അവൾക്ക്. അവളുടെ ഫോണിന്റെ ചാർജും തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് ആരെയും ഹെൽപ്പിന് വിളിക്കാനും കഴിഞ്ഞില്ല. അതേസമയം അതുവഴി വന്നൊരു വണ്ടിക്ക് അവൾ കൈ കാണിച്ചിട്ട് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. അത് മാരിയോ എന്നൊരു പയ്യന്റെ വണ്ടിയായിരുന്നു. അവൾ അവനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്, തന്നെ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവളുടെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, നിക്കോളസിന്റെ വീട് അറിയാവോ, അവന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതെന്ന്. അവിടെ ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ സ്റ്റെപ്പ് ബ്രദർ ആണെന്ന് അവൾ പറയുന്നുണ്ട്. നിക്കാണ് തന്നെ വഴിയിൽ കളഞ്ഞിട്ട് പോയെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് മാരിയോ പറയുന്നത്, അവൻ ഇന്നൊരു പാർട്ടിക്ക് പോവുകയാണ്, ആ പാർട്ടിയിലേക്ക് തന്നെയാണ് താനും പോകുന്നത്, അതുകൊണ്ടായിരിക്കും അവൻ നിന്നെ വഴി കളഞ്ഞിട്ട് പോയത്, നിന്നെ ഡ്രോപ്പ് ചെയ്യാനൊന്നും അവന് സമയം കാണില്ല. താല്പര്യമുണ്ടെങ്കിൽ നിനക്കും ആ പാർട്ടിയിലേക്ക് വരാമെന്ന് മാരിയോ നോവയോട് പറയുന്നുണ്ട്. നോവ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിക്കും ഗ്യാങ്ങും ഉള്ള പാർട്ടിയിലേക്ക് മാരിയോയുടെ കൂടെ നോവയും പോകുന്നു. പാർട്ടിയിലെത്തിയതും മാരിയോ നോവയോട് അവിടെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പല ഗ്യാങ്ങുകളുണ്ട്, ഓരോ ഗ്യാങ്ങിന്റെയും തലവന്മാരായിട്ട് ഓരോരുത്തരും ഉണ്ടെന്നും അതിലൊരാൾ വലിയ മോശക്കാരനാണെന്നും അവന്റെ പേര് റോണി എന്നാണെന്നും പറയുന്നുണ്ട്. അതേസമയം നിക്കാണെങ്കിൽ അവിടെ കുറെ ഗേൾസിന്റെ കൂടെ പാർട്ടി എൻജോയ് ചെയ്യുന്നത് അവൾ കാണുന്നുണ്ട്. അവൻ അവിടെ ഉണ്ടായിരുന്ന കുറേ ഗേൾസിനെ എല്ലാം മാറി മാറി കിസ് ചെയ്യുന്നതും അവൾ കാണുന്നുണ്ട്. അതേസമയം അവൾക്ക് ദേഷ്യം വന്നിട്ട് അവനെ പോയിട്ട് അടിക്കുന്നുണ്ട്. തന്നെ അവിടെ വഴിയിൽ കളഞ്ഞിട്ട് ഇവിടെ വന്ന് പാർട്ടി എൻജോയ് ചെയ്യുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവനാകട്ടെ അവളെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുകയാണ്. അതേസമയം അവൾ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പോയി താൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പെൺകുട്ടികളെല്ലാം എൻ്റെ പുറകെ നടക്കുകയാണെന്നും ഞാനൊന്ന് മനസ്സ് വെച്ചാൽ നീയും എൻ്റെ വലയിൽ വീഴുമെന്ന് അവൻ പറയുന്നുണ്ട്. താൻ അങ്ങനത്തെ പെൺകുട്ടിയല്ല എന്നും അവൾ പറയുന്നുണ്ട്. അതേസമയം അവ അവിടുന്ന് പോയി കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ജന്ന എന്നൊരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ജന്ന നിക്കോളസിന്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവള് നോവയെ കൂട്ടിക്കൊണ്ട് പാർട്ടിയിലുള്ള മറ്റുള്ളവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോവ ജന്നയുടെ കൂടെ ആ പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്. അതേസമയം നിക്കോളസ് ആകട്ടെ അവിടെ പെൺകുട്ടികളുടെ കൂടെ ആടിത്തുമ്പത്ത് നിൽക്കുകയാണ്. അതേസമയം മാരിയോ നേരത്തെ പറഞ്ഞ റോണിയുടെ ഗ്യാങ് നോവയെ കാണുന്നുണ്ട്. അവൾ നിക്കോളസിന്റെ സ്റ്റെപ്പ് സിസ്റ്ററാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ നിർബന്ധിച്ച് അവർ കോക്ക് കുടിപ്പിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ അവർ മയക്കുമരുന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതറിയാതെയാണ് അവൾ കുടിച്ചത്. അതേസമയം ഇത് മനസ്സിലാക്കിയ നിക്ക് അവളുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയും റോണിയും ഗ്യാങ്ങിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നോവയ്ക്ക് അപ്പോൾ മനസ്സിലായില്ല. അവൻ പറയുന്നുണ്ട് അതിൽ മയക്കുമരുന്നുണ്ടെന്നും സ്ഥിരമായിട്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ കോക്കിൽ കലർത്തി കൊടുക്കലാണ് ഇവന്മാരുടെ പണിയെന്ന് പറയുന്നു. ഇത് കേട്ടതും പേടിച്ച നോവ പെട്ടെന്ന് അതെല്ലാം തുപ്പിക്കളയുന്നുണ്ട്. അവസാനം ഡ്രഗ്സ് തലയ്ക്ക് പിടിച്ച നോവയും കൂട്ടിയിട്ട് നിക്ക് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ആരും അറിയാതെ വേണം അവളെ വീടിനുള്ളിൽ കയറ്റാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ ഈ പാർട്ടിയുടെ കാര്യം മനസ്സിലാവും. അങ്ങനെ ആരും അറിയാതെ നിക്ക് നോവയെ വീടിനുള്ളിൽ കയറ്റുന്നുണ്ട്. എന്നിട്ട് അവളെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു. ഉറക്കത്തിൽ അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അവൻ അവളോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ടാറ്റുവും അവൻ നോക്കുന്നുണ്ട്. അതുപോലൊരു ടാറ്റു അവന്റെ കയ്യിലും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന നോവയാകട്ടെ അവനുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. തലേന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. തന്നെ എന്തെങ്കിലും അവൻ ചെയ്തോ എന്ന് പോലും അവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതേസമയം അവനാകട്ടെ അവളുടെ ഫോണിൽ നിന്ന് അവളുടെ അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൾ അന്നത്തെ ദിവസം അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവർക്ക് ആർക്കും തന്നെ ഒരു ഡൗട്ടും ഉണ്ടായില്ല. അല്ലെങ്കിൽ തലേന്ന് രാത്രി നോവ ആ പാർട്ടിയിൽ പങ്കെടുത്തതും അങ്ങനെ അവൾ ഡ്രഗ്സ് കഴിച്ചതും ഒക്കെ വീട്ടുകാർ അറിയുമായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിക്ക് അങ്ങനെ ചെയ്തത്. അന്നത്തെ ദിവസം ഇവർ ബീച്ചിലിരിക്കുന്ന സമയത്ത് നിക്കിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് നോവയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ രാത്രിയിൽ ഒരു കാർ റേസിംഗിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. നോവ എപ്പോഴും നിക്കിനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവൾക്ക് അവനോട് വലിയ രീതിയിൽ തന്നെ അട്രാക്ഷൻ തോന്നിയിരുന്നു. അങ്ങനെ അന്ന് രാത്രി ജന്നയോടൊപ്പം നോവയും നിക്കിന്റെ കാർ റേസിംഗ് കാണാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. നോവ ജന്നയോട് പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്
തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെയും തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഒന്നും തന്നെ തനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന്. അതേസമയം അവിടെ നിക്കാകട്ടെ റേസിങ്ങിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ കണ്ണാണെങ്കിൽ ഫുൾ ടൈം നോവയിലായിരുന്നു. അവൾ അവിടെ ഡാൻസ് ചെയ്യുന്നതെല്ലാം തന്നെ നിക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നോവ അവിടെയുള്ള മറ്റു ബോയ്സിൻ്റെ കൂടെ സംസാരിക്കുന്നതൊന്നും തന്നെ നിക്കിന് ഇഷ്ടപ്പെടുന്നില്ല. അവനതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതേസമയം റേസിംഗ് ആരംഭിക്കുകയും അങ്ങനെ വൻ പോരാട്ടം തന്നെ നടക്കുകയും ചെയ്യുന്നു. അവസാനം എന്തായാലും ആ റൗണ്ടിൽ നിക്ക് തന്നെയാണ് ജയിക്കുന്നത്. നോവ ഉൾപ്പെടെ എല്ലാവരും അവന് കൺഗ്രാറ്റ്സ് പറയുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇനി 2 റൗണ്ട് കൂടി ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ നോവയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. അതിൽ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും പിക്കായിരുന്നു. അവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലായി എന്നുള്ളതായിരുന്നു ആ പിക്ക് സൂചിപ്പിക്കുന്നത്. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും തൻ്റെ ബോയ് ഫ്രണ്ടും തമ്മിൽ റിലേഷൻഷിപ്പിലായത് മനസ്സിലായ നോവയ്ക്ക് നല്ല ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ അതുപോലൊരു പിക്ക് തനിക്കും എടുത്ത് അവൻ അയച്ചു കൊടുക്കണമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തു നിന്ന് ഒരാളെ അവൾ കിസ് ചെയ്യുകയാണ്. എന്നിട്ട് അവനെ പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോയ ശേഷം അവിടെ നിന്ന് അവനുമായിട്ട് കിസ് ചെയ്യുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന നിക്ക് പോയി അവനെ അടിക്കുകയും ഇതെൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററാന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവളോട് നീ കാറിൽ കയറിയിരിക്കെ വീട്ടിൽ പോവാന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് അവൾ പറയുന്നുണ്ട് പറ്റില്ല, എനിക്കൊരാളെ കിസ് ചെയ്യുന്ന ഫോട്ടോ വേണമെന്ന്. അതെന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവളൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ അവളുടെ കയ്യിലിരുന്ന ഫോൺ അവൻ വാങ്ങിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്ത കാര്യം. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ കിസ് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതെന്ന് അങ്ങനെ നിക്കിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ വേറെ ആരെയും കിസ് ചെയ്യണ്ട, നിനക്ക് ഇങ്ങനൊരു ഫോട്ടോ മതി എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ കിസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവളെ കിസ് ചെയ്യുകയും ആ ഫോട്ടോ എടുക്കുകയും അത് അവളുടെ ബോയ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയും ചെയ്യാണ്. അതേസമയം അവിടെ 2ാമത്തെ റൗണ്ടിൽ റോണിയുടെ ടീം ജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അവസാനത്തെ റൗണ്ടാണ്. അതിൽ നിക്കും റോണിയുടെ ടീമുമാണ് മത്സരിക്കേണ്ടത്. അതേ സമയത്താണ് നോവയെ അവൻ കാറിൽ കയറ്റിയിരുത്തിയ ശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോകുന്നത്. അവൻ മറ്റ് ഗേൾസിൻ്റെ കൂടെയായിരുന്നു പോയിരുന്നത്. നോവയ്ക്കും റേസിംഗ് ഒക്കെ അറിയാമായിരുന്നു. അവളുടെ അച്ഛൻ അവളെ അത് പണ്ട് പഠിപ്പിച്ചിരുന്നു. അതേസമയത്ത് അവൾ വെറുതെ ഡ്രൈവിംഗ് സീറ്റിലൊന്ന് കയറിയിരിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് റേസിങ്ങിന് വേണ്ടിയിട്ടുള്ള വെടിവെച്ച് കേൾക്കുന്നത്. ആ സമയത്ത് റോണിയുടെ ടീം അപ്പുറത്തെ സൈഡിൽ വന്ന് നിൽക്കുകയും ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ നോവ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയും ചെയ്തതോടുകൂടി അവർ തമ്മിലാണ് റേസിംഗ് എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. മാത്രമല്ല നിക്ക് അവിടെ ഇല്ലാത്ത പക്ഷം നീ വേണം റേസ് ചെയ്യാമെന്ന് അവളോട് പറയുകയും ചെയ്തു. അതോടുകൂടി അതൊരു ചലഞ്ചായി അക്സെപ്റ്റ് ചെയ്യാണ് നോവ. എന്നാൽ നിക്കാകട്ടെ ഇതൊന്നും അറിഞ്ഞതുമില്ല. അവസാനം റേസിംഗ് സ്റ്റാർട്ടായി കഴിയുമ്പോഴാണ് അവനിത് അറിയുന്നത്. അവൻ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് അവരത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതോടുകൂടി നിക്കിന് ആകെ ദേഷ്യം വന്നു. കാരണം നോവയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. താൻ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് അവന് മനസ്സിലായി. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് നോവ മത്സരത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതോടുകൂടി എല്ലാവരും അവിടെ ബഹളം തുടങ്ങിയിരുന്നു. എന്നാൽ ആ സമയത്ത് റോണിയുടെ ടീമാകട്ടെ പറയുന്നത് നിക്ക് മത്സരിക്കേണ്ട അടുത്ത് നോവയാണ് മത്സരിച്ചത്, അതുകൊണ്ട് തന്നെ ഈ ഗെയിം ഒരിക്കലും വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന്. അതുമാത്രമല്ല ബെറ്റ് വെച്ച തുക മുഴുവൻ നിക്കിന് അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. മാത്രമല്ല അവൻ്റെ ഇഷ്ടപ്പെട്ട സ്വന്തം കാറായ റേസിംഗ് കാർ കൂടി അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. ഇതോടുകൂടി നിക്കിനാകെ വിഷമാവുന്നുണ്ട്. അതേസമയം ഇതൊന്നും അറിയാതിരുന്ന നോവയാകട്ടെ അവനോട് ഒരുപാട് സോറി പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തർക്കം മൂത്ത് അവിടെ എല്ലാവരും തമ്മിൽ അടിയാവുന്നു. ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് പേടിച്ച് നോവയാകട്ടെ തലയിൽ കൈയും വെച്ചിട്ട് താഴെ പേടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നിക്കിന് അത്ഭുതം തോന്നുന്നുണ്ട്. ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. നോവ അങ്ങനെ പേടിച്ചിരിക്കുന്നതിൽ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലത്ത് അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ ദിവസവും വഴക്കുണ്ടാക്കുമായിരുന്നു. അത് കണ്ടിട്ട് പേടിച്ച് അവൾ ഇതുപോലെ ഒളിച്ചിരിക്കുമായിരുന്നു. അതേസമയത്ത് അവളുടെ അച്ഛൻ അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. അവസാനം അവളെയും വിളിച്ചുകൊണ്ട് നിക്ക് നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് 2 ദിവസമായിട്ട് നിക്കിൻ്റെ ഒരു വിവരവുമില്ലാത്തതാണ്. നോവയാകട്ടെ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ഒരു മെസ്സേജ് പോലും ഇതുവരെ വന്നിട്ടില്ല. അവൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസമായി. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ് പോയതിൽ അവൻ ഒരുപാട് വിഷമമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം അവളുടെ അമ്മ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് ഒരു പാർട്ടി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോകാൻ നീ റെഡിയായി വരണമെന്ന്. നിക്ക് ചിലപ്പോൾ വരുമായിരിക്കും, അവൻ്റെ വിവരമൊന്നുമില്ല, എന്നാൽ പാർട്ടിക്ക് വരാൻ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അതേസമയം നിക്കാകട്ടെ അവൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്ന അവൻ്റെ കുഞ്ഞനുജത്തിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടിക്കാകട്ടെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എപ്പോഴും അസുഖമായിരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. അതേസമയം അന്നത്തെ രാത്രിയിൽ പാർട്ടിയിൽ പങ്കെടുക്കാൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നിക്ക് മാത്രം അവിടെ എത്തിയില്ല. നോവയാകട്ടെ നിക്കിനെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയിൽ മുഴുവൻ അവൾ നിക്കിനെ അന്വേഷിച്ച് നടന്നു. എന്നാൽ നിക്ക് മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ പാർട്ടി വളരെ ബോറായിട്ടാണ് തോന്നിയത്. അങ്ങനെ അവൾ പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വീണ്ടും മെസ്സേജ് നോക്കുന്നുണ്ട്. അവൻ്റെ ഒരു മെസ്സേജും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അവൻ്റെ സഹോദരി മാഡിയുടെ കൂടെ ഇരിക്കുന്ന പിക്ക് കാണുന്നുണ്ട്.
അങ്ങനെ അവൾ കുറച്ചു നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിക്ക് അവിടേക്ക് വരികയും അവളുടെ അടുത്ത് വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടി വിയിൽ അവൾ മാറുന്നൊരു ഹിന്ദി സിനിമയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിലൊരു റേസിംഗ് സീനായിരുന്നു കാണുന്നത്. അതുപോലെ റേസ് ചെയ്യാൻ കഴിയുമോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ വണ്ടി തിരിക്കുന്നത് എന്നുള്ളത് അവൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിക്കിന് അവളെ കിസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കിസ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് അവർ പരസ്പരം പറയുന്നുണ്ട്. സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററും തമ്മിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് പാടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അവസാനം നിക്ക് നോവയെടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നാൽ നീ എന്നെ തടയണമെന്ന്. എന്നാൽ നോവ ഒന്നും തന്നെ പറയുന്നില്ല. അവൾക്ക് അവനെ തടയാൻ ഒട്ടും തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ കാറ് കഴുകിക്കൊണ്ടുവന്ന നോവയുടെ അടുത്തേക്ക് ഒരു സർപ്രൈസുമായിട്ടാണ് അവളുടെ അമ്മ വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അവരവരുടെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ഡാനിനെയായിരുന്നു. ഡാനിനെ കണ്ടത് നോവയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവനുമായിട്ടൊരു റിലേഷൻഷിപ്പിന് ഇനി അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അവളെ ചീറ്റ് ചെയ്ത് അവനെ കാണുന്നതും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇതൊന്നും അവളുടെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഡാനിനെ അവർ കൂട്ടിക്കൊണ്ടുവന്നത്. അതേസമയം ഡാനിന്റെ കയ്യിൽ നോവയുടെ നിക്കിന്റെയും കിസ് ചെയ്യുന്ന പിക്കുണ്ടായതുകൊണ്ട് തന്നെ നിക്ക് പലയിടത്തും ഒളിച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഡാനിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. അവൻ കാണാതെ അവളെ അവൻ പൂളിലേക്ക് വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ പോയി നിന്ന് കിസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഡാൻ കാണുന്നുണ്ടായിരുന്നില്ല. അവൾ ആരുടെ കൂടെയാണെന്ന് മനസ്സിലായി. എന്നാൽ ആ പയ്യൻ ആരാണെന്ന് മാത്രം ഡാൻ കണ്ടില്ല. അങ്ങനെ നിക്കിന് ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സ് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നോവയ്ക്കൊരു ബൊക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആരാണ് അയച്ചതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതേസമയത്ത് ഡാനാകട്ടെ നോവയെടുത്ത് സോറിയൊക്കെ പറഞ്ഞിട്ട് അവളോട് വീണ്ടും റിലേഷൻഷിപ്പിലാവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നോവ അതിന് സമ്മതിക്കുന്നില്ല. തനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറയുകയാണ്. അതേസമയം സീൻ ഇവിടുന്ന് കട്ടായിട്ട് നമ്മളെ പിന്നീട് കാണിക്കുന്നത് റോണിയുടെ ഗ്യാരേജാണ്. അവിടെ ആകട്ടെ നിക്കിൽ നിന്നും അവൻ റേസിംഗിലൂടെ സ്വന്തമാക്കിയ കാറും അവിടെ ഉണ്ടായിരുന്നു. അതേസമയത്ത് മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ നോവയുടെ അച്ഛനായിരുന്നു. അയാൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജയിലിൽ പോയതാണ്. നോവയെയും അമ്മയും ഉപദ്രവിച്ചതിനാണ് അയാൾ ജയിലിൽ പോയത്. അതിനുശേഷം അന്ന് വൈകുന്നേരം നിക്ക് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ റോണിയും വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ കാറിൽ റോണി വന്നത് നിക്കിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ തമ്മിൽ പല കാര്യത്തിലും വഴക്കുണ്ടാവുകയും അടിയുണ്ടാവുകയും ചെയ്തു. അന്ന് അടിയൊക്കെ കഴിഞ്ഞ ശേഷം അവൻ രാത്രിയിൽ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ഡാൻ ആകട്ടെ നോവയുടെ റൂമിലേക്ക് കയറി പോകുന്നതാണ്. ഇത് കണ്ടിട്ട് നിക്കിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് കാരണം അവൻ ബാൽക്കണിയിലേക്ക് പോയി നിൽക്കുന്നു. ഡാൻ നോവയുടെ റൂമിൽ നിൽക്കുന്നത് അവൻ അവിടെ നിന്ന് കാണാമായിരുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന് അവിടെ നിൽക്കുമ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് നോവയാകട്ടെ ആ ബാൽക്കണിയിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അവന് സന്തോഷമാവുന്നുണ്ട്. അവനാകട്ടെ അവളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ അവളുടെ വയറിൽ കത്തിക്കൊണ്ട് കുത്തേറ്റൊരു പാട് കാണുന്നുണ്ട്. അവനത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഡ്രസ്സ് ശരിയാക്കി വെക്കുന്നുണ്ട്. അത് കണ്ടത് പെട്ടെന്ന് നോവ അത് ഡാൻ ആണെന്ന് കരുതി അവനെ ഇടിക്കുന്നു. എന്നിട്ട് അത് നിക്കാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ സോറി പറയുന്നുണ്ട്. താൻ ഡാൻ ആണെന്ന് കരുതിയാണ് നിന്നെ ഇടിച്ചതെന്നും പറയുന്നുണ്ട്. അത് സാരമില്ല എന്ന് നിക്ക് പറയുന്നുണ്ട്. കുറച്ചു നേരം സംസാരിച്ച ശേഷം അവരവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരം ഡാൻ അവരെ കാണുന്നുണ്ട്. അതേസമയം ഡാനിന് അപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവളുടെ സ്റ്റെപ്പ് ബ്രദറാണ് ഇതെന്ന്. അവന്റെ വിചാരം അവളുടെ ബോയ് ഫ്രണ്ട് ആണ് എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം നോവയും നിക്കും ഫ്രണ്ട്സും എല്ലാം കൂടെ ഒരിടത്തോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ നോവ ഫ്രണ്ടിലിരിക്കുന്നത് നിക്കിന്റെ പഴയ ഗേൾ ഫ്രണ്ടിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അത് കാരണം അവൾ ദേഷ്യം കയറിയിട്ട് ബാക്കിൽ പോയിരിക്കുന്നു. അതേസമയത്ത് മാരിയോയും ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. താൻ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നൊന്നും നോവയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നിക്കിന്റെ കൂടെ അവൾ വെറുതെ വന്നു എന്ന് മാത്രം. അവിടെ വെച്ചിട്ട് അവർ കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കണ്ടുകൊണ്ട് ജന്ന വരുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് അവർ ചുമ്മാ തമാശയ്ക്ക് പറയുന്നുണ്ട്. ഇവർ തമ്മിൽ എങ്ങനെ റിലേഷൻഷിപ്പിലായി എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അവർ സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററുമാണല്ലോ. അതേസമയം നിക്ക് അവിടെ എത്തിയിരുന്നത് ഫൈറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്കാർ തമ്മിൽ അവിടെ വലിയ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടത് നോവയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ നിക്കിനോട് പറയുന്നുണ്ട് ഈ മത്സരത്തിൽ നീ പങ്കെടുക്കേണ്ട, നമുക്ക് പോകാമെന്ന്. എന്നാൽ നിക്ക് അത് കേൾക്കുന്നില്ല. അതോടുകൂടി അവർ തമ്മിൽ വലിയ വഴക്കാവുന്നുണ്ട്. അങ്ങനെ വഴക്കിട്ട് നോവ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാരി അവളോട് സംസാരിക്കുകയും അവളെ കിസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടത് നിക്ക് പോയി അവനെ അടിക്കുന്നുണ്ട്. നിക്കിന്റെ ആ സ്വഭാവം നോവയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവനോട് വഴക്കിട്ടിട്ട് പോകുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് കുറേ ദിവസങ്ങൾ ശേഷമുള്ള കഥയാണ്. ആ ഒരു സമയത്തൊന്നും തന്നെ നിക്കും നോവയും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്തേക്ക് നോവയ്ക്ക് അവരൊരു പുതിയ കാറ് കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതുമായിട്ടായിരുന്നു ഇപ്പോൾ കറക്കം. നിക്കാകട്ടെ നോവയെ മൈൻഡ് ചെയ്യാതെ അവന്റെ കാര്യങ്ങൾ നോക്കി പോവുകയായിരുന്നു. അതേ സമയത്ത് നോവയാകട്ടെ അവളുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അവൾക്ക് വീണ്ടും ആ ഭീഷണിപ്പെടുത്തുന്ന ബൊക്കകൾ വന്നുകൊണ്ടിരുന്നു. അതിലെല്ലാം തന്നെ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവൾ ആ ലെറ്റർ എല്ലാം കൂടി ഒരു ബോക്സിലിട്ട് വെക്കുന്നുണ്ട്. നിക്കിന്റെ പഴയ ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും ആകാം ഇത് അയക്കുന്നതെന്നാണ് അവൾക്ക് തോന്നിയിരുന്നത്. അതേസമയം ഒരു ദിവസം നിക്കിന്റെ അച്ഛൻ അവനോട് നോവയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അവളുടെ അച്ഛൻ എങ്ങനത്തെ ആളായിരുന്നു എന്നും അവളുടെ അമ്മ എത്രത്തോളം ഉപദ്രവിച്ചു എന്നും അവളെ കത്തികൊണ്ട് കുത്തിയെന്നും അങ്ങനെയാണ് അയാൾ ജയിലിൽ പോയതും എന്നൊക്കെ അയാൾ അവനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ നിക്കിന് ശരിക്കും വിഷമം തോന്നുന്നുണ്ട്.
അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ നോവ ഇത്ര പേടിക്കുന്നതെന്ന്. അവൾക്ക് ചെറുപ്പകാലം മുതലേ ഇങ്ങനെ അമ്മയും അച്ഛനും തമ്മിൽ അടിയുണ്ടാക്കുന്നത് കണ്ട് പേടി തോന്നിയിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം നോവയാകട്ടെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നിക്ക് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയുടെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ അവളുടെ അച്ഛനും അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നിക്കിന്റെ പഴയ ഗേൾ ഫ്രണ്ട്സിൽ ഒരാൾ നോവയുടെ ഒരു തമാശ എന്ന രീതിയിൽ അവളെ ഒരു കബോർഡിലിട്ട് പൂട്ടുന്നത്. നോവയാകട്ടെ വല്ലാതെ പേടിക്കുന്നുണ്ട്. അവൾ കുട്ടിക്കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ ഓർക്കുന്നുണ്ട്. തന്റെ അച്ഛൻ തന്നെ അപകടപ്പെടുത്താൻ വരുന്നതെല്ലാം തന്നെ അവളുടെ കൺമുന്നിൽ കാണുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ നിക്ക് അവിടെ വന്നിട്ട് അവളെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വീട്ടിലെത്തിയ ശേഷം അവിടെ കിടക്കുന്ന അവളുടെ അടുത്തേക്ക് അവനും കിടക്കുന്നുണ്ട്. അവള് പറഞ്ഞിട്ടാണ് അവൻ അവിടെ കിടക്കുന്നത്. എന്നാൽ അവളെ ഒന്നും തന്നെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിന്നെ എല്ലാം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ നിന്റെ ഈ പേടിയൊക്കെ മാറിയിട്ട് ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറുമെന്ന് അവൻ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവളും സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നുണ്ട്. എന്നാൽ അവർ തമ്മിൽ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ അവൻ്റെ അച്ഛനാകട്ടെ അവരെ വിളിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. അതോടുകൂടി അയാൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ച് അയാൾ ഒന്നും തന്നെ അപ്പോൾ പറയുന്നില്ല. കാരണം അവൻ്റെ സഹോദരി മാഡിക്ക് സുഖമല്ല, അവൾ ഹോസ്പിറ്റലാണ് എന്ന് പറയാനാണ് അയാൾ വന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ റെഡിയായി പെട്ടെന്ന് തന്നെ മാഡിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി മാഡിയൊക്കെ കണ്ട ശേഷം കുറച്ചു നേരം മാഡിയുടെ കൂടെ ചെലവഴിച്ച ശേഷം അവർ തിരിച്ചു വീട്ടിലേക്ക് വരികയായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ അന്ന് രാവിലെ അച്ഛൻ അവർ രണ്ടുപേരെ അങ്ങനെ കണ്ടത് ആലോചിച്ചിട്ടുള്ള വിഷമമായിരുന്നു. കാരണം ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അവർക്ക് ഊഹിക്കാമായിരുന്നു. അവർ രണ്ടുപേരെയും അവർ പിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. തങ്ങളുടെ മുന്നിൽ ഈ ഒരു രാത്രി മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയ അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവരുടെ പ്രണയം കൂടുതൽ ആഴത്തിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ശേഷം പിറ്റേന്ന് രാവിലെ വീണ്ടും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. എന്നാൽ ഇടയിൽ വണ്ടി നിർത്തി നിക്കൊരു സാധനം വാങ്ങിക്കാൻ കയറുന്ന സമയത്ത് റോണി അവിടേക്ക് വരികയും ആ കാറിനുള്ളിൽ കയറിയ ശേഷം നോവയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. നിക്ക് അവിടെ വന്നപ്പോഴേക്കും നോവ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എന്തോ സംഭവിച്ചു എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ കാര്യങ്ങൾ അറിയിക്കുകയും അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് പോലീസിൽ വിവരം അറിയിച്ച് CCTV എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് റോണിയാണ് നോവയെ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റോണിയുടെ സഹായത്താൽ നോവയുടെ അച്ഛനായിരുന്നു നോവയെ തട്ടിക്കൊണ്ടുപോയത്. അയാൾ പകരം വീട്ടാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. അവളെ കത്തികൊണ്ട് കുത്തിയത് കാരണമാണ് അയാൾ ജയിലിൽ പോയത്. അതവർ കേസാക്കിയത് കൊണ്ടാണ് അയാൾ ജയിലിൽ പോയത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പകരം വീട്ടാനാണ് അയാൾ വന്നിരിക്കുന്നത്. അയാളെ നോവയുടെ അമ്മയെ വിളിച്ചിട്ട് ക്യാഷ് ആവശ്യപ്പെടുന്നുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ മകളെ വിട്ടുകൊടുക്കൂ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തിട്ടും തങ്ങളുടെ മകളെ സ്വന്തമാക്കാൻ അവർ തീരുമാനിക്കുന്നു. എന്നാൽ അയാളെ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ സഹായം തേടാൻ അവർ മറന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം നോവയാവട്ടെ ഇവിടെ അച്ഛനെ കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്ന് പണവുമായിട്ട് അവർ നോവയുടെ അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്നാൽ നോവയുടെ അച്ഛനാകട്ടെ അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അയാൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല പോലീസ് തങ്ങളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതും അയാൾ അതിലൂടെ അറിയുന്നുണ്ട്. ഇത് മനസ്സിലാക്കി അയാൾ നോവയെ ഭീഷണിപ്പെടുത്തിയ ശേഷം കാറും എടുത്തിട്ട് അവളെ കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യിപ്പിച്ചു പോവുകയാണ്. അവളുടെ തലയിൽ തോക്ക് ചൂണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ നിക്ക് അവരെ ഫോളോ ചെയ്തു പോവുകയാണ്. അങ്ങനെ നോവയും നിക്കും തമ്മിലുള്ള അതിഭയങ്കരമായ ഒരു കാർ റേസിംഗ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നോവ നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. അതേസമയം അവിടുന്ന് കാറ് നേരെ തിരിച്ച് അവൾ നിർത്തുന്നുണ്ട്. അതേ പോയിന്റിലേക്ക് തന്നെ നിക്കും വണ്ടി ഓടിച്ച് ചെല്ലുന്നുണ്ട്. ബ്രേക്ക് ചെയ്യാതെ അവൾ ആക്സിലേറ്റർ കൊടുക്കുന്ന കണ്ട് അവളുടെ അച്ഛൻ പേടിക്കുന്നുണ്ട്. നീ കൊല്ലാൻ കൊണ്ടുപോകുക എന്നാണ് ചോദിക്കുന്നത്. അതേ സമയത്ത് തന്നെ അവർ ആ സിനിമയിൽ കണ്ട പോലെ തന്നെ ആ കാർ ടേൺ ചെയ്ത് നിർത്തുകയും ആ സമയത്ത് തന്നെ നിക്കിന്റെ കാറിലുണ്ടായിരുന്ന പോലീസുകാരി നമ്മുടെ നോവയുടെ അച്ഛനെ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി അയാളുടെ കഥ കഴിയുകയും നോവ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവരുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവർക്കിടയിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അന്ന് രാത്രി ആരും കാണാതെ നിക്ക് നോവയുടെ റൂമിലെത്തുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇവരുടെ ഈ റിലേഷൻഷിപ്പ് പൊളിക്കണം എന്ന ആഗ്രഹത്തോടെ നിൽക്കുകയാണ് അവരുടെ അച്ഛനും അമ്മയും പുറത്ത്. എങ്ങനെ ഇവരെ തമ്മിൽ അകറ്റണമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി ആ ഒരു സിനിമ അവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു മൂവിക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടി വരാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ നമുക്ക് പിന്നീട് കാണാം.